ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യം മമത നീണ്ട നാളുകൾക്ക് ശേഷം ഇന്ത്യൻ നേതാക്കളെ കാണാനെത്തുകയാണ്. വിജയത്തിന്റെ മധുരം ഓരോ ഇന്ത്യൻ നേതാക്കളുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും മുന്നണിക്ക് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ 13-ൽ 10 വിജയം. അതേസമയം ഇത് BJPക്ക് ഇരട്ടി പ്രഹരവുമാണ് സമ്മാനിക്കുന്നത്. ഇവിടെയാണ് മമത ഇന്ത്യൻ മുന്നണി നേതാക്കളെ കാണാനെത്തുന്നതും. ഇന്ന് രാജ്യം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അംബാനി കല്യാണത്തിന്റെ തിരക്കുകളിലാവുമ്പോൾ മുംബൈയിൽ കല്യാണം കൂടുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചയാണ് ഏറെ പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മമത ആ വഴിക്ക് നേതാക്കളെ കൂടി ശരത് പവാർ, അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ എന്നിവരുമായാണ് മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തിയതും. വിവാഹത്തിന് പുറപ്പെടും മുൻപ് ഉദ്ധവ് താക്കറെയെ കാണുമെന്നും തൃണമൂൽ നേതാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതും. രാഷ്ട്രീയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നും അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരത് പവാറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയുമാണ് കാണുന്നത്. അഖിലേഷ് യാദവും മുംബൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അഖിലേഷ് എത്തുന്ന സമയത്തിനനുസരിച്ച് അദ്ദേഹത്തെയും കാണാനാണ് മമത ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ ശേഷമാണ് അംബാനി വിവാഹത്തിൽ പങ്കെടുത്ത് അവർ ബംഗാളിലേക്ക് മടങ്ങിയതും.